എന്താണ് അറിയാത്തത് ഭയങ്കര പേടിയിട്ട് വേണ്ടാത്ത പണിക്ക് വെക്കണ്ട. ജനിച്ച വരലായിട്ടില്ലേ? ആ ഓക്കെ. ജനിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രസ് ചെയ്ത് വെച്ചെടുത്ത പോയിട്ട് കുറച്ച് സമയം കത്തിയടിക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അവള് വരണത്രേ. ചക്കര തേങ്ങ കൊടുക്കാൻ നമുക്ക് വലുതാവുള്ളൂ. ഓനറിയാം ഈ വലുത് പൊട്ടിയാണ്. വലുതാവണ്ടി ചേച്ചിക്ക് അരച്ചില്ല. ഇവിടെ നിങ്ങൾക്ക് വലുത് ചക്കര കേക്ക് മേടിച്ചു. 2 കിലോ കൂടും മുതൽ പോലെ എനിക്ക് ഇത് 2 ഉണ്ടായി. ഓന് കൊടുക്കാൻ വേണ്ടി ഓനറിയാം അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞ മറ്റേ കച്ചവടം പോകുന്നുള്ളൂ. മോശമല്ലേ? ഓൻ തന്നെ ഓൻ്റെ സാധനം പൊട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ. തോടും വയലും എല്ലാം ഒന്നായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വരുമ്പോൾ ചളിവെള്ളം പോലത്തെ കണ്ടത്. ഇന്ന് നല്ല തെളിഞ്ഞ വെള്ളം. കുറച്ചുകൂടി നാളേക്ക് നല്ല കുറച്ച് നാളെ നമുക്ക് തോണിയാക്കി തരാം. ഇവിടെ നീന്താൻ അറിയാത്തത് ഭയങ്കര പേടിയിട്ട് വേണ്ടാത്ത പണിക്ക് വെക്കണ്ട. സ്പെഷ്യലൊന്നും പോയിട്ട് കൊടുക്കുക. ഓ ഇത് ഇനി തോന്നുന്നില്ല. പാല് വേണ്ടേ? ചപ്പാത്തി അതെല്ലാം കഴിക്കുന്നുണ്ട്. ഹിന്ദിക്കാർ വന്ന ഉടനെ അവർക്ക് ഒന്നും പറ്റില്ല.
ചപ്പാത്തി പച്ചബെല്ലം. അപ്പോൾ ഇപ്പോഴെല്ലാം ഒരു നമ്മളെക്കാണ് ഫോർവേഡ്. അപ്പോൾ ഇവർക്ക് അവരെ ഫുഡ് കച്ചവടം. ഇപ്പം നമ്മളിവിടെ മരണം മുറിച്ച പിന്നെ അങ്ങനെ ശരിക്കും ഇപ്പം കാണുന്നുണ്ട്. ഇതായി കാണുന്നതാണ് നമ്മളുടെ വീട്. ആതിര അതിലേക്കൂടെ അങ്ങോട്ടും ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ കാണുന്നുണ്ടോ? എന്താ അവിടെ നടക്കുന്നുണ്ട്. ആടെ നിൽക്കുന്നുണ്ട്. ആ ഉണ്ട് അതാണ് അതിൽ നടന്നു പോകുന്നുണ്ട്. കണ്ടത്തിലെ ചളിമണ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് അല്ലേ? അങ്ങോട്ട് പോയി ഞാൻ പോയി. ഞാനവിടെ കുറച്ച് സമയം നിന്നില്ലേ, ഓനാടെ നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് പോയി. അതിൻ്റെ കുറച്ച് മാങ്ങ വീണിട്ടുണ്ട്, പറക്കാൻ പോയിട്ടുണ്ട് ശിവദേവ്. നല്ലതല്ലേ? മാങ്ങ കൊമ്പ് കഴിച്ചിട്ടതാ, മുറിച്ചിട്ടതാ, അല്ല പൊട്ടി വീണതാ കാറ്റിന്. ആളുണ്ട് ഇടിയാ, എന്റെ വീട്ടിലാ, എന്റെ മോളോ. നല്ല പഴുത്ത ചക്ക ഇത് നേരെ അല്ലേ? നല്ല മണ്ണുണ്ട്. അത് മുറിക്കുമ്പോൾ ആക്കുമ്പോൾ എന്തെങ്കിലും പിന്നെ ചെയ്യാം, എടുക്കാം അല്ലേ? മുറിക്കുമ്പോൾ ഏതാ കിണറ്റിൽ വെള്ളം നിറഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. അത്രയും മഴ പെയ്തു അല്ലേ? അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ മാങ്ങയെല്ലാം തീർന്നു. ബാക്കിയുള്ള തക്കാളിൻ്റെ അവസ്ഥകളിൽ ആകെ വൃത്തിയോടായിട്ട് കിടക്കുകയാണ്. ഇനി മഴ പോയിട്ടോണ്ട് ഇതിലൊന്ന് അടിച്ച് വൃത്തിയാക്കണം. വെയിൽ വന്നിട്ട് വെള്ളം ഇതായി ബക്കറ്റിൽ കെട്ടിക്കിടന്നിട്ട് അതിൽ പൂവ് കൊതുക് മുട്ടിയിട്ട്